അബ്രഹാമിനും യിസ്ഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതികൾക്കും ദൈവം ഇസ്രായേൽ ദേശത്തെ ഒരു നിത്യ അവകാശമായി വാഗ്ദാനം ചെയ്തതിനാൽ യഹൂദജനത ഇസ്രായേൽ ദേശത്തിന്റെ ഭാഗമാണ്. ഈ ഉടമ്പടി മനുഷ്യശക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇസ്രായേലിന്റെ ഹൃദയമായ ജെറുസലേമിനെ ദൈവം തന്റെ നാമം വസിക്കുന്ന സ്ഥലമായും അവന്റെ ആലയം പണിയുന്ന സ്ഥലമായും തിരഞ്ഞെടുത്തു. ചരിത്രത്തിലുടനീളം പ്രവാസകാലങ്ങളിൽ പോലും യഹൂദജനതങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ജെറുസലേമിലെ ഒരു പലസ്തീൻ രാഷ്ട്രം എന്ന ആശയം ഒരു ആധുനിക രാഷ്ട്രീയ ആശയമാണ്. ബൈബിൾ പ്രകാരമുള്ളതല്ല. തിരുവെഴുത്തുകളിൽ ഭൂമി ഒരിക്കലും മറ്റൊരു ജനതയ്ക്ക് നൽകിയിട്ടില്ല, മറിച്ച് ഇസ്രായേലിന് മാത്രമായിരുന്നു. ജെറുസലേമിനെതിരെ ജനതകൾ പോരാടിയിട്ടുണ്ടെങ്കിലും അത് എന്നേക്കുമായി തന്റെ ജനത്തിന്റേതാണെന്ന് ദൈവം പ്രഖ്യാപിച്ചു. ഈ വാഗ്ദാനം അവന്റെ ഉടമ്പടി സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കാനും അവരിലൂടെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കാനുമുള്ള ദൈവത്തിന്റെ പദ്ധതി കാണിക്കുന്നു.